നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവും ഇതേതോ പുതിയൊരാളാണ്. അതെ, വലിയ ഇൻഫ്ലുവൻസറോ കോണ്ടന്റ് ക്രിയേറ്ററോ ഒന്നും ആവണമെന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല. ഒറ്റയ്ക്കിരിക്കുന്ന സമയം സംസാരിക്കാൻ ആദ്യം കിട്ടണ്ടേ. അപ്പോൾ ഞാൻ കരുതി എന്നെ കേൾക്കാൻ കുറച്ച് പേര്, ഞാൻ അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ ഇതിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ. എല്ലാവരും അങ്ങനെ തന്നെയാണ്, കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിട്ടാണല്ലോ വീഡിയോസൊക്കെ ഇടുന്നത്. ഞാനും ഇന്ന് അങ്ങനെ തന്നെ വീഡിയോ ഇടാൻ വിചാരിച്ചത്. കാരണം എനിക്ക് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടം. ഈ ഗേൾസ് ബ്ലാ 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 എന്നാണല്ലോ അത് മെയിൻ ക്യാരക്ടറാക്കി. പക്ഷേ കുട്ടീനെ കേട്ടിരിക്കാൻ നല്ലൊരു ലിസണറിനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് എല്ലാവർക്കും. ഞാനത് എക്സ്ട്രീം ലെവലാണ്. എനിക്ക് നല്ലൊരു ലിസണറിനെ ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, കേൾക്കാൻ ആരെയും കിട്ടാറില്ല. ഞാൻ തന്നെ ഒറ്റയ്ക്കിരുന്ന് കുറേ കഥ പറയും. കേൾക്കുന്നവരെല്ലാം വട്ടാന്ന് ഉറപ്പല്ലേ. ഞാൻ ഒറ്റയ്ക്കിരുന്ന് കഥ പറയുന്നവരെ അങ്ങനെയല്ലേ പറയും. ഇപ്പം തന്നെ എന്താ പറയണ്ടെന്ന് പോലും അറിയാതെ ഞാൻ വീഡിയോ ഓണാക്കി വെച്ചിരിക്കുന്നത്. എനിക്കറിയത്തില്ല എന്താ പറയേണ്ടതെന്ന്. ഞാൻ എനിക്ക് എന്നെ പരിചയപ്പെടുത്തരാം. കുറേ ന്യൂസൻസ് ആദ്യമേ പറഞ്ഞു, ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞില്ല. എൻ്റെ പേര് കൃഷ്ണപ്രിയ എന്നാണ്. എല്ലാവരും കൃഷ്ണ എന്ന് വിളിക്കും. എൻ്റെ ഇഷ്ടത്തിനൊന്നും എടുത്തതല്ലേ, ഭഗവാന്റെ പേരാന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ പാരൻറ്റ്, അതായത് എൻ്റെ അച്ഛൻ വളരെ ആഗ്രഹിച്ച് എനിക്കൊരു പെൺകുട്ടി ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ എനിക്കൊരു പേരിട്ടതാണ്. ഞാൻ ജനിക്കുന്നതിന് എത്രയോ മുമ്പേ കണ്ടുവച്ചൊരു പേര്. എനിക്കൊരു മകളുണ്ടാവും, അവർക്ക് എനിക്ക് ഈ പേരിടുന്നുണ്ട്. ഞാനൊരു സിംഗിൾ ചൈൽഡായിട്ടാണ് വളർന്നത്. ചേട്ടനില്ല, ചേച്ചിയില്ല, സിബ്ലിങ്സ് ഒന്നുമില്ല. എനിക്കൊരു കസിൻസ് ഉണ്ട്. ഈ സഹോദരങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ ഏക പ്രശ്നം എന്താ വെച്ചാൽ, വാഴ കണ്ടിറങ്ങിയവരും എല്ലാവരും ഞാനല്ലാതെ പിന്നാരെ ഒന്ന് റീലിടെ പോകും. ഞാൻ ഇങ്ങനെ ആലോചിച്ച്, ഞാൻ ആരെ വെച്ചിടും, എനിക്കങ്ങനെ ഇടാനില്ലല്ലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷേ എൻ്റെ കസിൻ ബ്രദേഴ്സും കസിൻ സിസ്റ്റേഴ്സൊക്കെ എന്നെ ഭയങ്കര സ്വന്തം ചേച്ചി ഒരു സ്വന്തം അനിയത്തി അങ്ങനെ കണ്ടിട്ടില്ല. ദാറ്റ്സ് എ ബിഗ്ഗസ്റ്റ് ഹാപ്പിനെസ് ഇൻ മൈ ലൈഫ്. ഞാൻ എന്നെക്കുറിച്ച് പറയാം വിചാരിച്ചിട്ട് തുടങ്ങിയിട്ട് എനിക്ക് പറഞ്ഞു. എനിക്ക് കേൾക്കാൻ ഒരുപാട് ഫ്രണ്ട്സൊന്നുമില്ല. ഫ്രണ്ട്സ് ഉണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നെ അടുത്തറിയാവുന്ന 1-2 പേര് മാത്രമേ ഉള്ളൂ. അതൊരു ലക്കായിട്ട് ഞാൻ കരുതുന്നുള്ളൂ. കാരണം ഏത് വേസ്റ്റ് സിറ്റുവേഷനിൽ കൂടെ ഇരുന്ന കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അതുപോലെ അക്കാലത്തിൽ വെച്ചോ എന്ത് പണ്ടത്തരത്തിനാണെങ്കിലും എന്ത് പ്രശ്നത്തിനാണെങ്കിലും കൂടെ ചാടാൻ കുറച്ച് ചങ്ങായിമാരുണ്ട്. പക്ഷേ അതൊക്കെ ഒരു തോന്നലാവുന്ന സിറ്റുവേഷൻസും ഉണ്ടാവാറുണ്ട്. എൻ്റെ മാത്രം തോന്നലാണ് എന്നുള്ള. ഈ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുകയോ കുറയുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് കുറേ പറയാനുണ്ട് എന്തൊക്കെയോ. പക്ഷെ എന്താ പറയണം, എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. കാരണം എനിക്കിതിൽ വലിയ പരിചയമൊന്നുമില്ല. പെട്ടെന്ന് രസം കോണ്ടന്റ് ക്രിയേറ്റർ ആവണം, ഇൻഫ്ലുവൻസർ ആവണം എന്നൊന്നും തലക്കടിച്ചിട്ട് വന്നൊന്നും യൂട്യൂബിൽ വീഡിയോ ഇടുന്നൊന്നുമില്ല. വെറുതെ ഈ വെക്കേഷൻ ടൈമിൽ എന്തെങ്കിലും ഒരു പണി വേണ്ടേ എന്ന് വെച്ച് ചെയ്യാം. ഞാൻ പിന്നെ ഡിഗ്രി എക്സാം ഒക്കെ കഴിഞ്ഞ് കരിയർ ഡിഗ്രി എക്സാം കഴിഞ്ഞ് ഇനി ഇരിക്കുക. ഇനി എന്താ പ്ലാൻ എന്ന് ചോദിച്ചാൽ എനിക്ക് റേഡിയൊന്നുമില്ല. പിന്നെ അപ്പോൾ കുറച്ച് ദിവസം എങ്ങനെയോ ഏപ്രിൽ തീരാറായി. ഇനിയൊരു മെയ് കിടപ്പില്ലേ, അത് കഴിഞ്ഞ് ഫ്യൂച്ചർ എന്താ പോകുന്നത് എന്തിനാ പോകുന്നത് പോലും തീരുമാനിക്കാത്തതുകൊണ്ട് തന്നെ ഓരോ ഡേയും നീട്ടിക്കൊണ്ട് പോകണമെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു യൂട്യൂബിൽ വീഡിയോ ഒക്കെ എനിക്ക് സംസാരിച്ചിട്ട് അടുത്തിരുത്തി സംസാരിക്കാൻ ആളെ കിട്ടിയില്ലെങ്കിലും എന്നെ കേൾക്കുന്ന കുറേ മനുഷ്യരുണ്ടാവല്ലോ. ഒരിക്കലും എന്നെ അറിയ പോലും ഇല്ലാണ്ട് കുറച്ച് പേരെങ്കിൽ എൻ്റെ വർത്താനം കേട്ടിരിക്കുമല്ലോ. അങ്ങനെ ഒരു രസം, അതുകൊണ്ട് മാത്രം ഇടില്ല. അല്ലാതെ ഞാൻ അതിലാകെ 2 വീഡിയോസാണ് യൂട്യൂബിൽ ഇട്ടിട്ടുള്ളൂ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഫസ്റ്റ് വീഡിയോ ഈ മുതിർന്നവരൊക്കെ എടുക്കുന്നുണ്ടാ, ഈ പഴയ പാട്ടൊക്കെ വെച്ച് കുറേ അമ്പലത്തിൽ പോകുന്നില്ല കുറേ വീഡിയോ ഇട്ടിട്ട് അതുപോലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തിനാന്ന് എനിക്കറിയില്ല. പിന്നെ രണ്ടാമത് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് നോമ്പ് പറയേണ്ട ഒരു വീഡിയോ ഇട്ടി. അതും എന്തിനാന്ന് എനിക്കറിയില്ല. ജസ്റ്റ് പിന്നെ യൂട്യൂബിലിടണമെന്ന് വിചാരിച്ചിട്ട് ഞാനെടുത്തിട്ട വീഡിയോ ക്ലിപ്പിങ്സിന് കണ്ണും കണക്കില്ല. പക്ഷേ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, എനിക്കിൽ ധൈര്യമൊന്നുമില്ല അപ്ലോഡ് ചെയ്യാനുള്ള. അതുകൊണ്ട് എന്താ ഞാൻ ഇന്നേരം ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അതൊക്കെ എൻ്റെ ഗാലറി കിടക്കുന്നുണ്ട് മനോഹരമായിട്ട്. എത്രയോ വീഡിയോ അതിൽ കാണുമ്പോൾ ഇനി ഇടയ്ക്കതൊക്കെ എടുത്ത് വെറുതെ പ്ലേ ചെയ്യും. വെറുതെ ഇറങ്ങി ചിരിക്കാനുണ്ടാവും, ഇതെന്തൊക്കെ പണ്ടത്തെ ഞാൻ പറയുന്നതെന്ന്. എൻ്റെ സ്വഭാവം വെച്ച് വേണേൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ എടുക്കും.
കാരണം എന്താ, അയ്യോ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, അവരങ്ങനെ വിചാരിക്കുമല്ലോ എന്നൊക്കെ വെച്ചിട്ട്. പക്ഷെ എനിക്കിത് പോസ്റ്റ് ചെയ്യണമെന്നുണ്ട്. എന്താണെന്നറിയില്ല, പോസ്റ്റ് ചെയ്യണമെന്നൊരു തോന്നൽ. ഇനിയും ഞാൻ സംസാരിച്ച് വെറുപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കരുതും നിങ്ങൾ എന്തൊരു വായാടിയാണ്. അപ്പം നമുക്ക് അടുത്ത ദിവസം ബാക്കി കഥ വെക്കാം. ബൈ.